പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നിലമ്പൂരിൽ കേന്ദ്രീകരിക്കും എങ്ങനെ? തീർച്ചയായിട്ടും അത് നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഭാഗമായിട്ടല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വിജയിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് പ്രത്യേകം സംഘടനാപരമായ ചുമതല കൊടുത്ത് അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം കൂടുതൽ ശക്തമായിട്ട് തുടരും. വരാനിരിക്കുന്ന നാളുകളിൽ മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ ക്യാമ്പയിന് വേണ്ടി അവിടെ പങ്കെടുക്കണമെന്നുള്ളതും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു. ഓരോ പഞ്ചായത്തിലും നിലമ്പൂർ നഗരസഭയിലും പ്രചരണത്തിൻ്റെ ഒരു കോർഡിനേഷൻ, ഒരു ലീഡർഷിപ്പ് സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കും. ഉണ്ട്, തീർച്ചയായിട്ടും. അത് CPM-ൻ്റെ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ആ ഒരു ഉത്തരവാദിത്വം പാർട്ടിക്കുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഈ നിലയിൽ അവരുടെ സംസ്ഥാന നേതൃത്വം പൂർണ്ണമായിട്ടും ഇടപെട്ടുകൊണ്ട് മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള പരിപാടികളെല്ലാം ഇന്ന് മുന്നണി യോഗത്തിൽ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിമാർ ക്യാമ്പ് ചെയ്യുമോ? എങ്ങനെയാണ്? മന്ത്രിമാർ ക്യാമ്പ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. മന്ത്രിമാർ ആവശ്യാനുസരണം ഈ ക്യാമ്പയിനിൽ അവർ സജീവമായിട്ട് പങ്കെടുക്കും. വന്നു പോയി നിൽക്കും, അല്ലാതെ തൃക്കാക്കര മോഡൽ ഉണ്ടാവില്ല. മന്ത്രിമാർ ഈ ക്യാമ്പയിന് സഹായകരമായൊരു ഘടകം തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, പരിപാടികൾ ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി മന്ത്രിമാരുടെ ഇടപെടലും സഹായകരമാണ്. ആ നിലയിൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരെയും ഈ രാഷ്ട്രീയ നേട്ടം ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്.